അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു റമദാൻ മാസം കൂടി പ്രതീക്ഷിക്കാൻ നമുക്ക് തൗഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ നല്ല അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന മുത്തക്കിയായിട്ടുള്ള അവൻ്റെ അടിയാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ റമദാനിനെ പ്രതീക്ഷിക്കാനും റമദാനിനെ കുറിച്ച് പള്ളിയിൽ ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ മറ്റു ഇതര സൽക്കർമ്മങ്ങളൊക്കെ നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം അത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, പരലോകത്തിലുള്ള വിശ്വാസമാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ നിങ്ങളുമൊക്കെ. ആ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും നല്ല അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളുടെ കർമ്മങ്ങളുടെ തുലാസ് കനം കൂടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങൾ. ആ ഒരു രംഗം, അതിനെ വിശദീകരിക്കുന്ന പ്രമാണങ്ങൾ, അതൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നൊരു കാര്യമാണ്. ഈ ദുനിയാവിലെ ഒന്നും നമുക്ക് അവിടെ അതിന് പകരമായിക്കൊണ്ട് സ്വർഗപ്രവേശനത്തിന് കാരണമാക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിലെ ഒന്നും നമുക്ക് പകരമാക്കി നൽകാൻ അവിടെ സാധിക്കില്ല. നമ്മുടെ അമലുകൾ മാത്രമാണ് അതിന് ഉപകാരപ്പെടുക. ഇത് ലോകത്തിലേക്ക് കടന്നു വന്ന അമ്പിയാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള ആശയമാണ്, അവരുടെ വിശ്വാസമാണ്. പരിശുദ്ധ ഖുർആൻ ഈ ഒരു വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന എടുത്തു പറഞ്ഞുകൊണ്ട് ഈ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് അശ്ശുഅറായിലെ 88-89 ആയത്തുകളിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പരലോകത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവിടുത്തെ വിശേഷണമായിട്ട് പറഞ്ഞതെന്താ? ആ പരലോകം എന്താണ്? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. സ്വത്താകട്ടെ മക്കളാകട്ടെ ഉപകാരപ്പെടാത്ത ഒരു ദിവസം. ഓക്കെ, നമുക്ക് നമ്മളുടെ സമ്പത്തൊന്നും നാളെ അവിടെ ഉപകാരപ്പെടില്ല. ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് ഇന്ന സമ്പത്തുകൾ എനിക്ക് ഉണ്ടായിരുന്നല്ലോ റബ്ബേ, ആ സമ്പത്തുകളൊക്കെ എനിക്ക് ശേഷം ആരാണ് അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഉടമപ്പെടുത്തിയ ആൾ ഞാനാണ്. എൻ്റെ മരണം വരെ അതിൻ്റെ ഉടമസ്ഥൻ ഞാനായിരുന്നു. അതൊക്കെ ഞാൻ നാളെ പരലോകത്ത് എനിക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി ഞാനത് നൽകാം. അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുമ നടിച്ച് നടന്നിരുന്ന ആളുകൾ, ഇതൊന്നും നാളെ പരലോകത്ത് ഉപകാരപ്പെടൂല. പിന്നെന്താ ഉപകാരപ്പെടുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നിർദോഷമായിട്ടുള്ള ഹൃദയവുമായി അള്ളാഹുവിൽ ചെന്നവർക്കൊഴികെ ഒന്നും ഉപകാരപ്പെടാത്ത ദിവസം. ഓക്കെ, നാളെ പരലോകത്ത് ഉപകാരപ്പെടുക എന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് സലീമായിട്ടുള്ള ഹൃദയവുമായിട്ടായിരിക്കണം എന്നുള്ളതാണ്. എന്താ ഈ സലീമായിട്ടുള്ള ഹൃദയം? നിർദോഷമായിട്ടുള്ള, കുറ്റകരമായിട്ടുള്ള, കുറ്റമറ്റതായിട്ടുള്ള, കുറ്റകരമല്ലാത്ത അങ്ങനത്തെ ഹൃദയവുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എടുത്തു പറഞ്ഞതുപോലെ,
നമ്മളുടെ ഹൃദയം അങ്ങനെയുള്ളതാണ്. കുറ്റമറ്റ ഹൃദയമാണ് എൻ്റേത് എന്ന് പറയാൻ സാധിക്കും നമുക്കൊക്കെ. ഏതെങ്കിലും ആളുകൾ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആരെ കൂടുതൽ പറയുക? നമ്മളെ കുടുംബക്കാരായിരിക്കണം. ഒന്ന്, നമ്മളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയ കുടുംബക്കാർക്കാണ്. നമ്മളെ കൂടെ കഴിയുന്ന ഭാര്യമാർ, അതല്ലെങ്കിൽ അവരുടെ കൂടെ കഴിയുന്ന ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള നമുക്കൊരു സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആളുകൾ. ഏതെങ്കിലും ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് കുറ്റമറ്റ ഹൃദയമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താവ് ഭാര്യനെ കുറിച്ച് പറയും ഈ രൂപത്തിൽ. ഏതെങ്കിലും മക്കളെ കുറിച്ച് പറയും. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ഹൃദയം ആക്കി മാറ്റണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ് നമ്മളോട്. അതാണ് ഈ ആയത്തിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ അറിയിക്കാൻ കാരണം. അതേപോലെ തന്നെ നമുക്കൊന്നും കൂടി കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു ഹൃദയമാകാൻ എന്താണ് വഴി. മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും നല്ല ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് അങ്ങനെ കുറ്റമറ്റ ഹൃദയവുമായിട്ടുണ്ടാകുക. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന്. ഖാല, അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖിൽ ലിസാൻ, എല്ലാ മഹ്മൂമുൽ ഖൽബും സദൂഖുൽ ലിസാനുമാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെന്ന്. അന്നേരം സഹാബത്ത് പറയാണ്, സദൂഖുൽ ലിസാനിന് അരിഫു, ഈ സദൂഖുൽ ലിസാൻ നാവിനെ സത്യപ്പെടുത്തുന്ന, സംസാരത്തിൽ സത്യസന്ധനായിട്ടുള്ള ആളുകൾ അതാരാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം റസൂലേ. ഫമ മഹ്മൂമുൽ ഖൽബ്, മഹ്മൂമുൽ ഖൽബ് ആരാണ് എന്ന് അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്ന് ആ സഹാബികൾ ആവശ്യപ്പെടുകയാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അന്നേരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗയ വലാ ഇല്ല വലാ ഹസദ, പാപമോ അതിക്രമമോ ചതിയോ തീരെയില്ല, അസൂയയോ തീരെയില്ലാത്ത ശുദ്ധനും ഭക്തനുമായിട്ടുള്ള ആളാണ് അയാൾ എന്ന്. ഓക്കെ, പാപമില്ല അയാളിൽ, അതിക്രമമില്ല അയാളിൽ, ചതിയില്ല അയാളിൽ, അസൂയയില്ല അയാളിൽ. അങ്ങനെ നല്ല ഭക്തനായിട്ടുള്ള ശുദ്ധനായിട്ടുള്ള ആളാണ് ഇവിടെ ഈ പറഞ്ഞ മഹ്മൂമുൽ ഖൽബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും. ഇതെന്തിനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഒരു ഭാഗത്ത് ഖുർആൻ പറയാണ്, സലീമായിട്ടുള്ള ഹൃദയവുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാണ്. നാട്ടിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്, അവരുടെ വിശേഷണം ഈ പറഞ്ഞു തരുന്നത് പാപങ്ങളില്ലാത്ത, അതേപോലെ തന്നെ അതിക്രമങ്ങളില്ലാത്ത, ചതിയോ അസൂയയോ വെച്ച് പുലർത്താത്ത ശുദ്ധനായിട്ടുള്ള നല്ല ഭക്തനായിട്ടുള്ള ആളാണ് എന്ന്. സഹോദരങ്ങൾ, ഇതൊക്കെ നമ്മളെ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസം. അതിനപ്പം ഈ ഒരു ആമുഖം പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ആകണ്ടേ? നമുക്കാകണമെങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ലഭിക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർബിയത്തുകൾ ലഭിക്കണം, അതിനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക. റമദാൻ മാസത്തെ ഏറ്റവും ചൊവ്വായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് ധാരാളക്കണക്കിന് ഖൈറാത്തുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനൊക്കെയുള്ള അവസരങ്ങൾ റമദാൻ മാസത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് തന്നെ അതിനാണ്, അല്ലേ? പരിശുദ്ധ ഖുർആനിലൂടെയാണ് നമുക്കിങ്ങനെ പരിവർത്തനമുണ്ടാകാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയാണ് ഈ രൂപത്തിലുള്ള പരിവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത്. അതാർക്കാണ് ഇറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പിൻപറ്റി ജീവിച്ചു.
ആ പ്രവാചകനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചു വന്ന ആളുകളോട് പ്രവാചകൻ ഖുർആനായിരുന്നുവെന്ന്. അപ്പോൾ ഖുർആൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് പ്രവാചകനിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം നേരത്തെ പറഞ്ഞതുപോലെ സലീമായിട്ടുള്ള ഹൃദയമാണ്. അതുപോലെ തന്നെ പ്രവാചകനാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി, സംശയമല്ലല്ലോ. ആരാണ് ആ ശ്രേഷ്ഠൻ? മഹ്മൂമുൽ ഖൽബ്, ഹൃദയത്തെ നന്നാക്കിയവനാണ്. പാപങ്ങൾ ചെയ്യാതെ, അതിക്രമങ്ങൾ ചെയ്യാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ, അസൂയയില്ലാതെ ശുദ്ധനായിട്ടുള്ള ഭക്തനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മികച്ചത് ഈ വിഷയത്തിൽ നമുക്ക് ആരെയും ചൂണ്ടിക്കാണിക്കാനില്ല എന്നർത്ഥം. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് ആകാൻ വേണ്ടി, അതിന് പരിശ്രമിക്കാൻ വേണ്ടി ഈ ഒരു മാസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ് എന്ന് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആ സഹോദരങ്ങൾ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് പാപങ്ങൾ? പാപങ്ങളിൽ ഏറ്റവും ഗൗരവമായിട്ട് ഏതാന്ന് ചോദിച്ചാൽ ഒരു സംശയമല്ലാതെ നമ്മൾ പറയും ശിർക്കാണ്, അല്ലേ? മുജാഹിദുകൾക്കിടയിൽ ആ വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദുമായി ബന്ധപ്പെട്ട, ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ഗൗരവം സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏത് വിഷയങ്ങൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും നമ്മളൊരു പക്ഷേ സഹിക്കും. പക്ഷെ മുജാഹിദുകൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു കാര്യം അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് പഠിപ്പിക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ. പക്ഷേ അതിന് താഴെയുള്ള പാപങ്ങളോ തൗഹീദിനെ കുറിച്ച് പഠിപ്പിച്ച് അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവവും ഒക്കെ പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിൽ ഒരു ലാഘവത്വം വരുന്ന ഒരു സ്ഥിതിവിശേഷം ചില ആളുകളിലൊക്കെ ഉണ്ട്. എന്നാൽ മുജാഹിദുകളിൽ ആരും ശിർക്ക് ചെയ്യുന്നവരുണ്ടാവില്ല. മുജാഹിദുകളിൽ ആരും കബായിറായിട്ടുള്ള, വൻപാപമായിട്ടുള്ള, ശിർക്കുൽ അക്ബറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ഗൗരവം അത്രയും നരകത്തിൽ സ്ഥിരമായി താമസിക്കേണ്ടി വരുമെന്നുള്ള ഒരു ഗൗരവം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ മുജാഹിദുകളിൽ ശിർക്കല്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നുള്ള ആശയം കേൾക്കുമ്പോൾ കുറച്ചു കാലമൊക്കെ ഞങ്ങൾ നരകത്തിൽ കിടക്കാം, അതിനുശേഷം പിന്നീട് സ്വർഗത്തിലേക്ക് പോകാമല്ലോ എന്ന് ചിന്തിക്കുന്ന അനവധി ആളുകൾ മറ്റു ഇതര പാപങ്ങളെ ലഘുവായി കാണുന്നവരുണ്ട് സഹോദരങ്ങൾ. അത് വലിയ അപകടമാണ്. ജൂതന്മാരുടെ സ്വഭാവമാണിത്. ഞങ്ങൾ അല്ലാഹുവിൻ്റെ ആളുകളാണ്, ഇനി അഥവാ ഞങ്ങളെ പിടികൂടുകയാണ് എങ്കിൽ കുറച്ചു കാലം ഞങ്ങൾ നരകത്തിൽ കിടക്കേണ്ടി വരുള്ളൂ എന്ന് ജൂതന്മാർ പറയണത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ചിന്ത ഒരിക്കലും തന്നെ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ മറ്റിതര പാപങ്ങളോ, ശിർക്ക് കഴിഞ്ഞാൽ ബിദ്അത്തുകളുണ്ട്. ആ ബിദ്അത്തുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ശിർക്കും ബിദ്അത്തും ചെയ്യുന്നവനായിക്കൊണ്ട് റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ച് റമദാൻ മാസത്തിൻ്റെ അവസാനം വരെ ആ ശിർക്ക് ബിദ്അത്തുകൾക്ക് വേണ്ടി പോരാടുന്ന അവസ്ഥയിലാണ് ഇന്ന് വലിയ ഒരു സമൂഹം, മുസ്ലിം സമുദായത്തിൽ നമ്മുടെ നാട്ടിലുള്ളത്. റമദാൻ മാസത്തിലും ശിർക്ക് ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, സഹായം ചോദിക്കുന്നു, അതേപോലെ തന്നെ ബിദ്അത്തുകൾ ചെയ്യുന്നു. ആ ബിദ്അത്തുകളെക്കുറിച്ച് ഉണർത്തിയാൽ, ശിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഉണർത്തിക്കഴിഞ്ഞാൽ നമ്മൾ പുത്തൻവാദികളായി. സഹോദരങ്ങളെ, എന്നാൽ നമ്മളൊക്കെ ആ ശിർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ പലപ്പോഴും പല യാത്രകളിലും മറ്റുമൊക്കെ ആയിക്കൊണ്ട് ഇവരുടെ പള്ളികളിൽ കയറി നമസ്കരിക്കേണ്ട അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു പ്രയാസമാണ്. എന്താ? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ബിദ്അത്തോട് കൂടിയിട്ടായിരിക്കും. എത്ര സങ്കടകരമാണ് ആ വിഷയം എന്ന് ആലോചിച്ച് നോക്കി. ഒരു പള്ളിയിൽ കയറുക, നമ്മൾ ഒരു ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ കയറുന്നത്. നമുക്ക് ആ ജമാഅത്ത് കിട്ടിയില്ല എങ്കിൽ, അടുത്തൊന്നും നമ്മളെ സലഫി പള്ളി ഇല്ല എങ്കിൽ യാത്രയിൽ ആ ജമാഅത്ത് കളയണ്ടല്ലോ. പൊതുവൊക്കെ എടുത്ത് നമ്മൾ പോയി ഇങ്ങനെ നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങുന്നത് എന്താ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, എന്നിട്ട് അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് ഇഖാമത്ത് വിളിക്കും. അപ്പോൾ നമ്മളെ മനസ്സൊന്ന് നന്നായി പടയും. പടച്ചോനെ അതിന് സാക്ഷ്യം വഹിച്ചല്ലോ എന്നുള്ളതാണ്. കാരണം മൻ റഅ അൻ മുൻകർ, ആ ഹദീസ് അവിടെ ഓർമ്മ വരിക. ആരെങ്കിലും ഒരു മുൻകറായിട്ടുള്ള, തെറ്റായിട്ടുള്ള ഒരു കാര്യം കണ്ടാൽ കൈകൊണ്ട് തടുക്കാൻ കഴിയുന്നതാണ് എങ്കിൽ കൈകൊണ്ട് തടുക്കണം.
നല്ല രസമാകും ആ പള്ളിയിൽ പോയിട്ട് നമ്മൾ കൈകൊണ്ട് തടുത്താം അല്ലേ? അപ്പം പിന്നെ നമ്മളെന്താ അടുത്തത് ചെയ്യാം? നാവ് കൊണ്ട് തടുക്കാൻ കഴിയുന്നതാണ് എങ്കിൽ നാവ് കൊണ്ട് തടുക്കണം. അത് നമുക്ക് കഴിയുന്നതാണ് എങ്കിൽ നമ്മൾ പറയണം. അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ വെറുക്കണം. അതിൽ കുറഞ്ഞ ഈമാനില്ല എന്ന്. സഹോദരങ്ങൾ, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയാണ്. ആ തിന്മയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാലോ, നമ്മൾ പുത്തൻവാദികൾ, നമ്മൾ പുതുതായിട്ട് മതത്തിൽ കടത്തിക്കൂട്ടുന്നവന്, സ്വലാത്ത് ചെല്ലാത്തവൻ, അങ്ങനെയും പറയും. സ്വലാത്തില്ലാത്ത ആളുകൾ. എന്നാൽ ഇത് ഷാഫി മദ്ഹബിൽ ആരും പഠിപ്പിച്ചിട്ടില്ലേ? ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം. നാളെ നാട്ടിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് നബിയുടെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നു. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഇടയിലും സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ അവിടെയും സ്വലാത്ത് ചെല്ലുന്നുണ്ട് ചില ആളുകൾ. അത് ശരിയാണോ എന്നാ ചോദ്യം. എന്താണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല അതിന് മറുപടി കൊടുക്കുന്നത്? അത് പാടില്ലാത്തതാണ്. പ്രവാചകൻ അത് ചെയ്തിട്ടില്ല, സ്വഹാബികൾ അത് ചെയ്തിട്ടില്ല, ഞങ്ങൾ പരിചയമുള്ള ആളുകളൊന്നും ഇത് ചെയ്തിട്ടില്ല. അതായത് ഷാഫി മദ്ഹബിലെ ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. ശരീഅത്തിൽ, മതത്തിൽ പുതുതായിട്ടൊന്നും ഉണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേ വിഷയം തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ നമ്മൾ വിദായികൾ, പുത്തൻവാദികൾ, മതത്തിൽ ഓരോന്ന് കടത്തിക്കൂട്ടുന്നവർ, അത് പറയുന്ന ആളുകളോ അത് നമ്മൻ്റെ ആളാണ്, കുഴപ്പമില്ല, അതല്ലെങ്കിൽ അത് പൂത്തിവെക്കുകയാണ്. ആ വിഷയം ആളുകളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നില്ല. പക്ഷെ സഹോദരങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ ആയിക്കൊണ്ട് റമദാൻ മാസത്തിൽ പോലും പാപങ്ങളെ സൂക്ഷിക്കാൻ കഴിയില്ല എങ്കിൽ എന്താണ് പിന്നെ ആ നോമ്പ് നൽകുന്ന ചൈതന്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു റമദാൻ മാസത്തിലുള്ള ഇത്തരം പാപങ്ങൾ പോലും, വിദഅത്തിൻ്റെതായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ പോലും അവിടെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്തവൻ എന്താ ശരിക്കും? പിശുക്കനാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ആ സ്വലാത്ത്, നബിയുടെ പേരിൽ സലാമും സ്വലാത്തും ഒക്കെ ചൊല്ലിയാൽ, പറഞ്ഞാൽ അത് എത്തിക്കാൻ വേണ്ടി മലക്കുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മലക്കുകളെ പല ഡ്യൂട്ടിയും കൊടുത്തിട്ട് ഈ ഭൂമിയിൽ നിയോഗിച്ചിട്ടുണ്ട്. അതിൽ ചില മലക്കുകളുടെ ഡ്യൂട്ടി എന്താ? സലാമും സ്വലാത്തും നബിയുടെ മേലുണ്ട്, അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതെന്തിനു എത്തിച്ചു കൊടുക്കുന്നത്? നബി നേരിട്ട് കേൾക്കൂലേ? അങ്ങനെയാണല്ലോ അവരുടെ വിശ്വാസം. അത് നേരിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് എത്തിച്ചു കൊടുക്കേണ്ടി വരുന്നത്. അത് എങ്ങനെയാണ് എത്തിച്ചു കൊടുക്കുന്നത്? ഇന്ന ആളുടെ മകൻ ഇന്ന ആൾ സ്വലാത്ത് നിർവഹിച്ചിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ബാപ്പയിലേക്ക് നമ്മുടെ പേര് ചേർത്തുകൊണ്ടാണ് നബിയുടെ അടുക്കലേക്ക് പോയിട്ട് അത് പറഞ്ഞു കൊടുക്കുകയാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അതുകൊണ്ട് കേൾക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും മുഹമ്മദ് എന്ന് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറയും. നബിയുടെ മേലിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ശഫാഅത്ത് ലഭിക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അതിൽ. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നതാണോ, ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചെല്ലുന്നതാണോ ഏറ്റവും ഉത്തമം? അത് ബാങ്കിൻ്റെ ഇടയിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പറയേണ്ടത്. നമ്മൾ ബാങ്ക് ഏറ്റു പറയാൻ വേണ്ടിയത്, സുന്നത്ത് പ്രകാരം ബാങ്ക് ഏറ്റു പറയാൻ വേണ്ടിയത്. നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ ആപ്റ്റ് സ്ഥലം ഏതാണ്? പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലുന്നതാണ് ഏറ്റവും നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവിടെ ഒന്നും നമ്മുടെ നാട്ടിലുള്ളവർ അവിടെ സ്വലാത്ത് ചെല്ലുന്നില്ല. പക്ഷേ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ മുന്നെയാണ് അവർ സ്വലാത്ത് ചെല്ലുന്നത്. അതെന്താണ്? അത് തെറ്റാണ്, അത് പാടില്ലാത്തതാണ്, അത് വിദഅത്താണ്, അത് പാപമാണ്. സലീമായിട്ടുള്ള ഹൃദയമെന്ന് പറയുന്നത് അത്തരം ഹൃദയങ്ങളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുറ്റമറ്റതായിട്ടുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ ശിർക്ക് ഉണ്ടാവില്ല, ബിദഅത്ത് ഉണ്ടാവില്ല, കബായിറുകൾ ഉണ്ടാവില്ല, സഗായിറുകൾ ഉണ്ടാവില്ല. ഇനി കബായിറുകളും സഗായിറുകളും വന്നുപോയാൽ, അതായത് വൻപാപങ്ങളും ചെറുപാപങ്ങളും ജീവിതത്തിൽ വന്നുപോയാൽ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാകും. ഹൈറുകൾ, ഹസനാത്തുകൾ ചെയ്തുകൊണ്ട് അതിനെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകും. അതാ കുറ്റമറ്റ ഹൃദയത്തിൻ്റെ ഒരു വിശേഷമായി കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്.
സഹോദരങ്ങളെ, ഈ രൂപത്തിൽ തന്നെ അതിക്രമം പാടില്ല, ചതി പാടില്ല. അതിക്രമങ്ങളെ, മറ്റുള്ള ആളുകളെ വഞ്ചിക്കുക, ചതിക്കുക, അതേപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുക. ഇതൊക്കെ നമ്മളൊക്കെ പല രൂപത്തിലും 11 മാസം കഴിച്ചു കൂട്ടുന്നുണ്ട്. വേഗം സക്കാത്തും കാര്യങ്ങളിലേക്കൊക്കെ വന്ന് നമ്മൾ അതൊക്കെ റമദാൻ മാസത്തിലെ പല ആളുകളും അത് ക്ലിയർ ചെയ്യുക. ബാക്കിയുള്ള മാസത്തിലൊക്കെ ഉണ്ട് സക്കാത്ത്. പക്ഷേ റമദാൻ ആകുമ്പോൾ ആ മാസത്തോട് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് അതിനെ വേഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും, ഇല്ലേ? അതെന്തുകൊണ്ടാണ്? സാമ്പത്തികമായിട്ടുള്ള ഒരു വിശുദ്ധി ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. പക്ഷെ ബാക്കി 11 മാസവും നമ്മൾ ഇതിൽ മാത്രം മതിയോ? പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വേണ്ടേ? അതേപോലെ തന്നെ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമം അനുസരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടേ? ഒക്കെ വേണം. നമ്മളെ പൂർവികരായിട്ടുള്ള ആളുകൾ അങ്ങനെയാണ്. നമ്മളൊക്കെ കച്ചവടക്കാരായിട്ടുള്ള ആളുകളുണ്ട് നമ്മളിൽ. നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ നമ്മൾക്ക് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, തിരൂരങ്ങാടി യത്തീംഖാന ഇന്നും പേര് കേട്ട ഒരു സ്ഥാപനമാണ് അത്. ആ തിരൂരങ്ങാടി യത്തീംഖാന അത് JDTയുമായിട്ട് സഹകരിച്ചുകൊണ്ടായിരുന്നു ആദ്യകാലം പ്രവർത്തിച്ചിരുന്നത്. JDTയുടെ ഒരു ശാഖയായിട്ടാണ് തിരൂരങ്ങാടി യത്തീംഖാനയെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. JDT എന്ന് പറയുമ്പോൾ നല്ല ഫണ്ട് അവിടെ നിന്ന് കിട്ടും. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന സേട്ടുമാരും മറ്റൊക്കെയാണ് അതിൻ്റെ ആളുകൾ. അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ഏതിൻ്റെ? തിരൂരങ്ങാടി യത്തീംഖാനയുടെ കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നത് NV അബ്ദുസ്സലാം മൗലവി റഹിമഹുള്ളയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരിൽപ്പെട്ട ആൾ NV അബ്ദുസ്സലാം മൗലവി. ഈ കറസ്പോണ്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു മാനേജറിൻ്റെ പോസ്റ്റാണ്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന. അന്ന് ആ യത്തീംഖാനയുടെ നടത്തിപ്പിലും മറ്റുമൊക്കെ മറ്റു ഭാരവാഹികളിൽപ്പെട്ട ആളാണ് KM മൗലവി റഹിമഹുള്ള. JDTയുമായിട്ട് തർക്കമുണ്ടായി. ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്ത് ബ്രിട്ടീഷുകാർക്ക് കണക്ക് കൊടുക്കണം ഈ സ്ഥാപനത്തിൻ്റെ. അപ്പോൾ JDTയിൽ നിന്ന് കിട്ടുന്ന സമ്പത്തും പൈസയുമൊക്കെ ആയി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ആ കണക്ക് കൊടുക്കുമ്പോൾ അത് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അവർ, ഇതിനാണ് നമ്മൾ നികുതി അടക്കുന്നത്, അതും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്. NV അബ്ദുസ്സലാം മൗലവി പറഞ്ഞു, എനിക്ക് കഴിയില്ല, മാനേജറാണ് അദ്ദേഹം, സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ തർക്കമായി. അവസാനം JDTയുമായിട്ട് ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നിട്ട് സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ പൈസ വേണ്ട എന്നുള്ളിടത്തേക്കാണ് എത്തുന്നത്. ബന്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശാഖയല്ല എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ അർത്ഥം. എന്നിട്ട് അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുക. എന്തിൻ്റെ പേരിൽ? നികുതി കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ. നികുതി അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിന് എന്തിനു കൊടുക്കണം എന്നുള്ളതാണ്. എന്താ ബ്രിട്ടീഷുകാർ ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നത്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ പണം ഉപയോഗിച്ചത്, അല്ലേ? അല്ല. ഇന്നത്തെ ഫാഷിസ്റ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മളിങ്ങനെ പറയാറുണ്ട്, ആ പൈസക്ക് അവർ അതിനെ ഉപയോഗിക്കും, മുസ്ലിങ്ങളെ ആക്രമിക്കാനോ ഉപയോഗിക്കുക. അതുകൊണ്ട് രാജ്യത്തെ നമ്മൾ പിൻപറ്റുന്ന വിഷയങ്ങളിൽ, അതിൻ്റെ നമ്മൾ ഭരണകൂടത്തനുസരിക്കുന്ന വിഷയങ്ങളിൽ അതൊക്കെ ഒന്ന് കണ്ണടക്കാമെന്ന നിലപാട് പറയുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, അത് ഒരു രാഷ്ട്രത്തെ വഞ്ചിക്കലാണ്, അതൊരു അതിക്രമമാണ് എന്ന രൂപത്തിൽ മുൻകാലങ്ങളിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതുവരെ എന്നറിയോ? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അന്ന് പഞ്ചസാരക്കൊരു സ്കാർസിറ്റി ഉണ്ടായി, പഞ്ചസാര ലഭിക്കാനില്ല. അപ്പോൾ റേഷൻ ഓരോ വീടുകളിലേക്കും ഏർപ്പെടുത്തി. ആ റേഷൻ സംവിധാനം ബ്രിട്ടീഷുകാരുടെ കാലശേഷം കേരള ഗവൺമെൻറ് വന്ന ആദ്യ സമയത്താണ്. റേഷൻ വഴി മാത്രമാണ് നമ്മൾ പഞ്ചസാര വാങ്ങിക്കാൻ പാടുള്ളൂ എല്ലാവരും. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ അത് പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിൽ വിൽപ്പന നടക്കൽ തുടങ്ങി. അവിടുന്ന് നമുക്ക് യഥേഷ്ടം കിട്ടും, പൈസ കുറച്ച് കൊടുത്താൽ മതി. പക്ഷെ അതെന്താണ്? രാജ്യത്തെ വഞ്ചിക്കലാണ്. നമുക്ക് ആവശ്യ സാധനമാണ് പഞ്ചസാര. റേഷനിൽ കിട്ടുന്നത് മാത്രം വാങ്ങി ആ കരിഞ്ചന്തയിൽ പോയിട്ട് വാങ്ങി അത് കഴിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് KM മൗലവി പഠിപ്പിക്കുന്നത്. ഹറാമാണെന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ രൂപത്തിൽ നമ്മൾ ദീനിനെ മനസ്സിലാക്കുമ്പോൾ എന്തുമാത്രം സൂക്ഷ്മതയിൽ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇന്ന് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുക ആരാണ്? പരലോക ബോധമുള്ള ആളുകളാണ്. പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിനൊക്കെ സാധിക്കുള്ളൂ എന്നുള്ളത്. ഞാൻ നിങ്ങളുമൊക്കെ അതിൽ ദുർബലരാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല.
അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ദീൻ നമുക്കൊരു കുടിശ്ശതയുണ്ടാക്കുന്ന ഭരണ നിയമങ്ങളുണ്ട് എങ്കിൽ പോലും ആ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചാൽ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കതിൽ പ്രതിഫലം ലഭിക്കും. അതായിരിക്കണം നമ്മൾ എന്തിനാ, നമ്മൾ ആരെ പേടിച്ചിട്ടാണ് നമ്മൾ നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്നത്? ഈ ഭരണകൂടം എന്തെങ്കിലും ചെയ്യും വിചാരിച്ചിട്ടാണോ? അല്ല, അള്ളാഹിനെ പേടിച്ചിട്ടായിരിക്കണം. കാരണം എന്താ, അതൊരു നിയമമാണ്, അത് അനുസരിക്കൽ ബാധ്യതയാണ് എന്നർത്ഥം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുൻകാല പണ്ഡിതന്മാരുടെ സൂക്ഷ്മത എന്തുമാത്രമുണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് വായിക്കാനിടയായി ദൃഷ്ടികൾ താഴ്ത്തുന്ന വിഷയം. നമ്മളൊരു സ്ത്രീയെ കണ്ട എന്താ ചെയ്യുക? ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടി താഴ്ത്തണമെന്ന്. അതുപോലെ തന്നെ ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീയും ദൃഷ്ടി താഴ്ത്തണം. സംസാരിക്കാൻ അനുവാദമുണ്ട്, ഒരു സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ല, എന്നാൽ അവരുമായിട്ട് സംസാരിക്കുക കണ്ണ് താഴ്ത്തണം എന്നുള്ളത് അള്ളാഹ് ആവശ്യപ്പെടുന്ന കാര്യം. സൂറത്ത് നൂറിലെ 30-31 ആയത്തുകൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രാക്ടിക്കലാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികളൊക്കെ ഈ രൂപത്തിൽ ജീവിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിപ്പോൾ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, അവിടെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വീട്ടിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി അവരെ കാണാൻ പോയ രംഗം അവരുടെ മകൾ ഗോമതി അമ്മ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലേഖനം അതേപോലെ മടവൂർ വിഭാഗത്തിൻ്റെ ഷബാബ് അത് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ലേഖനത്തിൽ പറയണമെന്ന് അറിയോ? ഞാൻ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ, അതായത് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിനെ 2 തവണയാണ് ആകെ കണ്ടിട്ടുള്ളൂ. ഒരു തവണ കുട്ടിയായിരിക്കുമ്പോൾ പുറത്തു നിന്ന്, ഒരു തവണ എൻ്റെ വീട്ടിലേക്ക് വന്ന സമയത്താണ്, അച്ഛനെ അന്വേഷിച്ചിട്ട് വന്ന സമയത്ത്. അന്ന് ഞാൻ പ്രായപൂർത്തിയായി നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്ന്. പെൺകുട്ടിയാണ്, പക്ഷെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി, മകളെ പരിചയപ്പെടുത്താൻ വേണ്ടി അച്ഛൻ മകളെ വിളിച്ചിട്ട് കൊണ്ടുപോയി നിർത്തുക. ആരുടെ മുമ്പിൽ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മുമ്പിൽ. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വിശേഷനാണ് ഇവിടെ ഗോമതി അമ്മ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ താടിയും രൂപവും സ്വഭാവമൊക്കെ, ആ സ്വഭാവം വിശദീകരിക്കുന്നത് ദൃഷ്ടികൾ താഴ്ത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് എന്നാണ്. ഓക്കെ, കണ്ണുകൾ താഴ്ത്തിക്കൊണ്ടാണ് മകളെ സംസാരിക്കുന്നത്. നമ്മളോ ഇതിൻ്റെ സുഹൃത്തിൻ്റെ വീടാണെന്നും പറഞ്ഞിട്ട് അടുക്കള വരണ്ട് കയറിപ്പോകും. നമ്മൾ എല്ലാ ആളുകളുമായിട്ട് സംസാരിക്കാനും അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ലംഘനം നടത്താൻ വേണ്ടിയിട്ട് ഒരു വിഷമമില്ലാത്ത ആളുകളല്ല നമ്മൾ. അവിടെയൊക്കെയാണ് ഞാൻ പറയണത്, പൂർവികരായിട്ടുള്ള നമ്മളുടെ പണ്ഡിതം, അതായത് സഹാബികളുടെയും താബികളുടെയൊക്കെ ചരിത്രങ്ങൾ പറയുകയാണെന്ന് വെച്ച് ധാരാളം കണക്കിനുണ്ട്. പക്ഷെ നമുക്കൊരു തോന്നൽ അതൊക്കെ അവർക്കാകും, നമുക്കത് പറ്റൂലല്ലോ. നമ്മൾ ജീവിക്കുന്നത് എവിടെയാ? ബഹുസ്വര സമൂഹത്തിലാണ്, ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. അങ്ങനത്തെ പല ന്യായീകരണങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്ന് വരും. പക്ഷെ ഇവർ ജീവിച്ചത് നമ്മളെക്കാളും സോഷ്യൽ വർക്കിൽ ഇടപെട്ടുകൊണ്ട് സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മേഖലകളിൽ നമ്മളെക്കാൾ 1000 മടങ്ങ് അവർ ഊർജത്തോട് കൂടിയിട്ട് പുറത്ത് പണിയെടുത്ത ആളുകളാണ് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി, കെ എം മൗലവിയെ പോലുള്ള ആളുകൾ. അവർ ജീവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ സത്യസന്ധമായിട്ട് ഖുർആൻ അനുസരിച്ചുകൊണ്ട്, ദീനനുസരിച്ചുകൊണ്ട് അവർ ജീവിച്ച് മാതൃക കാണിച്ചു. അതുകൊണ്ട് ഇന്നും അവരുടെ പേര് നമ്മൾ ഓർത്തു വെക്കണത്. ഇന്നും അവരുടെ പേര് പറയുമ്പോൾ റഹ്മഉല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഖബറിലേക്ക് അതിനുള്ള പ്രതിഫലം പോകുന്ന അവസ്ഥയുള്ളത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു തആല വരച്ച നിയമമാക്കിയ അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സ്വയം മെനക്കെടണം എന്നുള്ളതാണ്. അതിന് ഉപകാരപ്പെടുന്നൊരു മാസം റമദാൻ മാസം. റമദാൻ മാസത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ തിന്മയായിട്ട് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട കാര്യത്തിലേക്ക് അടുക്കുമ്പോഴെത്തും ഞാൻ നോമ്പുകാരനാണെന്നുള്ളൊരു ചിന്ത വരും. നമ്മൾ വേഗം യൂട്ടനടിക്കും. ഒരു സിനിമ കാണുന്ന ആളുകളെ നമുക്ക് റമദാൻ മാസത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളിലില്ല. ഇത് കഴിഞ്ഞിട്ട് കാണാമെന്നുള്ളതായിരുന്നു. റമദാൻ കഴിഞ്ഞിട്ട് കാണാമെന്നുള്ളത് മുജാഹിദുകളെ കുറിച്ചല്ല പറയുന്നത്. അതേപോലെ തന്നെ വേറെയും പല കാര്യങ്ങളും. എന്തേ അതൊന്നും റമദാനിലില്ലാത്തത്? റമദാനിലില്ലാത്തത് ആ മാസത്തിന് നൽകുന്ന പരിശുദ്ധിയാണ്.
ആ പരിശുദ്ധി ആ മാസത്തിന് നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതേ പരിശുദ്ധി എല്ലാ മാസങ്ങളിലും നൽകണം, അതിന് പ്രയത്നിക്കണം. അതാണ് റമദാൻ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഒരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഹൃദയത്തെ നന്നാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു ശ്രമം. അതെന്താ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്, ലാ യുബല്ലിഅനി അഹദും മിൻ അസ്ഹാബി അൻ അഹദിൻ ഷൈആ. എൻ്റെ അനുചരന്മാരിൽ ഒരാളെക്കുറിച്ചും മനസ്സിൽ വെറുപ്പുളവാക്കുന്ന ഒന്നും എന്നിലേക്ക് എത്തിക്കരുത്. എൻ്റെ സഹാബിനെ കുറിച്ചിട്ട്, അതായത് പ്രവാചകന്റെ സഹാബികളെ കുറിച്ചിട്ട് ആരും എൻ്റെ അടുത്ത് വന്നിട്ട് അവ അങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഒരു വാർത്തയും ഒന്നും എൻ്റെ അടുത്ത് വന്ന് പറയരുത്. അങ്ങനെ മോശമായിട്ടുള്ള വർത്താനം ഒന്നും ഇവിടെ പറയരുത്. ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅനാ സലീമുസ് സദർ. കാരണം സലീമായിട്ടുള്ള ഹൃദയവുമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? സലീമായിട്ടുള്ള ഹൃദയവുമായിട്ട്, സുരക്ഷിതമായിട്ടുള്ള ഹൃദയവുമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച അതേ മാനദണ്ഡം നമ്മൾ സ്വീകരിക്കുകയാണെന്ന് വെച്ച് എന്തായിരിക്കും മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള സാഹോദര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സഹാബി വന്നിട്ട് മറ്റൊരു സഹാബിയെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരു സംഗതി നമുക്ക് കേൾക്കാൻ കഴിയില്ല ഹദീസുകളിൽ, ഉണ്ടോ? എന്നാൽ നമ്മളതിനൊക്കെ ചെവി കൊടുത്ത് നിൽക്കും എന്നുള്ളതാണ്. നമ്മളതിനൊക്കെ ചെവി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കും. ഏതെങ്കിലും ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ അത് കേൾക്കും. പക്ഷെ ഇതോ റമദാൻ മാസത്തിലോ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. റമദാൻ മാസം ഉണ്ടാണ്ടിരുന്ന ആളാണ്. മറ്റുള്ള മാസങ്ങളിൽ എന്തേ നമുക്കത് പറയാൻ സാധിക്കാത്തത്? അങ്ങനെ ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ, കുറ്റകരമായിട്ടുള്ള വല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ആ ആളെക്കുറിച്ചുള്ള ധാരണ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പോകും. നോക്കിയേ, ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള ഒരു കാര്യം പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഞാൻ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു എന്ന് തരുത്. ഒരു വൻപാപം ഞാൻ ചെയ്തതായിട്ട് പറയാം നിങ്ങളോട്, അല്ലെങ്കിൽ ചെറുപാപം എന്തോ ആകട്ടെ, അത് നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ വന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പം എന്താ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുക? എന്താ ഈ ചെങ്ങായി പ്രസംഗിക്കുന്നത്? വലിയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ മുമ്പിൽ വന്നിട്ട് ഉപദേശിക്കാൻ ഒരു മടിയുമില്ല. അങ്ങനെ ഒരു ധാരണ വരും. പിന്നെ എൻ്റെ ഉപദേശം സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിന് തോന്നൂല. അത് പരസ്പരമായിട്ടുള്ള ആ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നമ്മൾ പല വ്യക്തികളിൽ നിന്നും അകന്ന് പോകുന്ന അവസ്ഥയുണ്ടാവും. പക്ഷെ നമ്മളോ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സംസ്കരണം എന്ന് പറയുന്ന അത് തീരെ ശ്രദ്ധിക്കാത്ത, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ ആരാൻ്റെ ഹൃദയങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്ന അവസ്ഥയാവും പല മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പം അത് സലീമായിട്ടുള്ളൊരു അതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ്. സുരക്ഷിതമായിട്ടുള്ള കുറ്റമറ്റതായിട്ടുള്ള ഒരു ഹൃദയമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതൊരു തടസ്സമാണ്. അതുകൊണ്ട് സലഫുകളിൽ നിന്നൊക്കെ നമുക്ക് കാണാം, അവരടുക്കെ വന്നിട്ട് ചോദിക്കുക, പറയാം. അതായത് ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളുണ്ടാവുമല്ലോ, സൂക്ഷ്മത, നാവിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കാത്ത ആളുകളുണ്ട്. ആ ആളുകളെ കണ്ടാൽ തന്നെ സലഫുകൾ പറയും, ഒരു കാര്യം പറയാൻ വേണ്ടി വരുമ്പോൾ, നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം എനിക്ക് വല്ല ഉപകാരമുള്ളതാണോ? അപ്പോൾ അവരല്ല എന്ന് പറയും. നിങ്ങൾ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വല്ല ഉപകാരമുള്ളതാണോ? അപ്പോഴും അല്ല എന്ന് പറയും. എങ്കിൽ നിങ്ങളിത് പറയണ്ട. പറയുന്ന ആൾക്കോ കേൾക്കുന്ന ആൾക്കോ ഉപകാരമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ പറയണത്? അപ്പം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ സഹോദരങ്ങളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ വക കാര്യങ്ങൾ ഇപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ച കുറ്റമറ്റ ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, നാളെ പരലോകത്ത് അങ്ങനെയുള്ള ഹൃദയവുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം. അങ്ങനെയുള്ള ഹൃദയവുമായിട്ട് കണ്ടുമുട്ടണമെങ്കിൽ പാപങ്ങൾ ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപമായിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റൂല, ചതി ചെയ്യാൻ പറ്റൂല, അസൂയ വെച്ച് പുലർത്താൻ പറ്റൂല. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്മാരാണ് നമ്മൾ, മലക്കുകളല്ല. ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? അത് തിരിച്ചറിയാനും അത് തിരുത്താനും തൗബ ചെയ്യാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും ഇസ്ലാം ആവശ്യപ്പെടുന്ന അത്തരം വിഷയങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വേദന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ,
ഒരു കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇല്ലാത്തോടത്തോളം കാലം, അതിനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നിടത്തോളം കാലം അവൻ്റെ കാര്യം വളരെ പ്രയാസത്തിലായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ആർക്ക് കഴിയുക? നമ്മൾ അമലുകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കാണ്. അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കോ ഇല്ലേ, ആ വിഷയങ്ങളെക്കുറിച്ച് ഒരു ഭയമുള്ള ആളുകൾക്കാണ് ഇത്തരം വിഷയങ്ങൾ പേടിയുണ്ടാവുള്ളൂ. എൻ്റെ അമൽ സ്വീകരിക്കോ ഇല്ലേ എന്നുള്ളത്. അതിൽ എപ്പോഴാണ് അമലുകൾ കയറിപ്പോകുന്നത്? 3 കാര്യങ്ങളുണ്ട് നമ്മുടെ അമലുകൾ കയറിപ്പോകുന്നത്. ഒന്ന്, എല്ലാ ദിവസവും 2 നേരങ്ങളിലായിട്ട് നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നുണ്ട്. എല്ലാ ദിവസവും 2 നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് അതിന്. അവർ ഫജർ സമയത്ത് ഇറങ്ങി വരും, അസർ സമയത്ത് കയറിപ്പോകും. ഇമാം ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിലുള്ളത്. അതൊരു ഷിഫ്റ്റ് മലക്കുകളാണ്. മറ്റേ ഷിഫ്റ്റോ അവർ അസർ സമയത്ത് വരും, എന്നിട്ട് ഫജറിൻ്റെ സമയത്താണ് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അറിയാം. അള്ളാഹ്ക്ക് ഓരോ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ വിളിച്ചുകൊണ്ട് ചോദിക്കും, എൻ്റെ അടിമകളെ നിങ്ങൾ ഏത് അവസ്ഥയിലാണ് കണ്ടുമുട്ടിയത് എന്ന്. മലക്കുകൾ പറയും, നിന്റെ അടിമകൾ നിസ്കരിക്കുകയായിരുന്നു ഫജറിൻ്റെ സമയത്ത്. ഏത് അവസ്ഥയിലാണ് എൻ്റെ അടിമകളെ നിങ്ങൾ വിട്ടേച്ചു വന്നത്? അപ്പോഴും മലക്കുകൾ പറയും, അവർ നിസ്കരിക്കുകയായിരുന്നു. കാരണം മഗ്‌രിബിൻ്റെ അസറിൻ്റെ സമയത്താണ് അവർ തിരിച്ചു പോകുന്നത്. അതേപോലെ അസറിൻ്റെ സമയത്ത് വരുന്നവരും ഫജറിൻ്റെ സമയത്ത് തിരിച്ചു പോകുന്നവരും അങ്ങനെ തന്നെ. ഇത് നല്ല അമലുകൾ കയറിപ്പോകുന്നതിനെ കുറിച്ചാണ്. നമ്മളുടെ നല്ല അമലുകളാണ് അള്ളാഹുവിലേക്ക് കയറിപ്പോകുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ ആ നല്ല അമലുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നതിൽ നമ്മളുണ്ടോ? അത് വല്ലാത്ത ഒരു വികാരമല്ല ശരിക്ക്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കോളേജിലൊക്കെ പഠിച്ച ആളുകളല്ലേ. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ പഠിച്ച് പാസ്സായവരുടെ ലിസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വിടും. 8ൽ നിന്ന് 9ലേക്ക്, 9ൽ നിന്ന് 10ലേക്ക്, 10ാം ക്ലാസ് ജയിച്ച ആളുകളുടെ റിസൾട്ട് വരുന്ന ദിവസം, ഹയർ സെക്കൻഡറിയിൽ +2ലൊക്കെ ജയിച്ച റിസൾട്ട് വരുന്ന സമയം നമ്മളൊക്കെ വേഗം നോക്കൂലേ? താല്പര്യമുള്ള ആളുകൾ നോക്കും, അല്ലാത്തവരെ ഒട്ടും ഉറപ്പുള്ളവർ മൈൻഡ് ചെയ്യില്ല ചിലപ്പോൾ, അല്ലേ? പക്ഷേ വിജയിക്കുമെന്നും തുടർന്ന് മുമ്പോട്ട് പോകണമെന്ന ആഗ്രഹമുള്ള ആളുകൾ അത് ശ്രദ്ധിക്കും. അവർ പോയിട്ട് ഇങ്ങനെ നോക്കും. ഓൺലൈനിലും മുമ്പ് കാലങ്ങളിലൊക്കെ ഓൺലൈൻ സംവിധാനമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ സ്കൂളിലൊക്കെ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ പേരെന്തെങ്കിലും ഒരു സന്തോഷമാണ്. പിന്നെ അടുത്ത് മാർക്കിലേക്ക് നോക്കും. പിന്നെ നമ്മൾ അടുത്തത് 2 മാർക്ക് കുറഞ്ഞ്, അത് കിട്ടിയിരുന്നു എങ്കിൽ ഒന്നും കൂടി ക്ലാസ് മികച്ചതാക്കായിരുന്നു, അല്ലേ? ഓരോ ആഗ്രഹങ്ങൾ പോകുന്നത് നോക്കി ആദ്യം ഒന്ന് ജയിച്ച് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഏത് ക്ലാസ്സിലേക്കാണ്? ഇപ്പോൾ ക്ലാസ്സും ഇതൊന്നല്ല, ഇപ്പോൾ ഗ്രേഡാണല്ലേ. അത് കഴിഞ്ഞാൽ ഒന്നും കൂടി മാർക്ക് കൂടുതൽ കിട്ടി. ഇതേ അവസ്ഥ തന്നെയാണ് സഹോദരങ്ങൾ നാളെ പരലോകത്തും. നാളെ സ്വർഗത്തിലേക്കെത്തിയ ആളുകൾ ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണ് നാളെ സ്വർഗത്തിൽ അവർ ഖേദിക്കുക. ഒരു വിഷയത്തിൽ സ്വർഗത്തിൽ ഖേദോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരൊറ്റ വിഷയത്തിലാണ് നാളെ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ഖേദം പ്രകടിപ്പിക്കുക. അതെന്താ വിഷയം? ഈ ദുനിയാവിൽ അള്ളാഹുവിനെ സ്മരിക്കാതെ വിട്ടേച്ചു പോയ സമയങ്ങളാണ്. അള്ളാഹിനെ സ്മരിക്കാതെ ഈ ദുനിയാവിൽ സമയം പാഴാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അവിടെ നഷ്ടമാണ്. അവിടെ ദർജയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടുത്തെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ കിട്ടിയിരുന്നു, അത് മിസ്സാക്കി കളഞ്ഞല്ലോ എന്നുള്ള ഒരു ചിന്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മുടെ ലിസ്റ്റ് അത് അധികൃതർ പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു താല്പര്യം, നമ്മളുടെ ദിവസവും നമ്മളുടെ നല്ല അമലുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുമ്പോൾ ഇത് അള്ളാഹ് സ്വീകരിക്കോ ഇല്ലേ, എൻ്റെ അമലുകൾ കയറിപ്പോയിട്ടുണ്ടോ, നല്ലതാണോ ദുഷിച്ചതാണോ ഞാൻ ചെയ്തിട്ടുള്ളത്, എൻ്റെ നിയ്യത്ത് നന്നായിരുന്നോ, ഇഖ്ലാസോട് കൂടിയിട്ടുള്ളതാണോ, അള്ളാഹ് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ, സുന്നത്തായ രൂപത്തിൽ അങ്ങനെയാണോ ഞാൻ ചെയ്തത്, പരിശോധിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. പരിശോധിക്കാൻ സാധിക്കണം. സലഫുകൾ കരഞ്ഞിരുന്നു എന്നാണ്. രാത്രിയാകുമ്പോൾ കരയും. സുഫിയാൻ സൗരി റഹിമഹുള്ളയെ കുറിച്ചൊക്കെ നമുക്കങ്ങനെ വായിക്കാൻ പറ്റും. ഭയന്നുകൊണ്ടവർ. കാരണം എന്താ? ഇന്ന് എൻ്റെ ഏത് അമലാണ് കയറിപ്പോയിട്ടുള്ളത്? ഇന്ന് എൻ്റെ ഏത് അമലാണ് അള്ളാഹുവിലേക്ക് കയറിപ്പോയിട്ടുണ്ടാകുക? ആ കയറിപ്പോയിട്ടുള്ള അമലുകൾ, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. രാവിലെ ഞാൻ പള്ളിയിൽ പോയി,
അതിപ്പോൾ പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, ബാപ്പ നിർബന്ധിച്ചപ്പോൾ പോയതാണ്. ബാപ്പാൻ്റെ കൂടെ അങ്ങോട്ട് പോയി മടിയോട് കൂടിയിട്ട്. അപ്പം പിന്നെ അതിന് കൂലി കിട്ടുമോ, പ്രതിഫലം കിട്ടുമോ? പ്രതിഫലം കിട്ടണമെങ്കിൽ ചില ഷർത്തില്ലേ. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഹ്യഹ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ. ആരെങ്കിലും പരലോകം ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനം ചെയ്താൽ, ഈമാനുള്ള അവസ്ഥയിൽ ചെയ്താൽ, നന്ദിപൂർവം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അമലുകൾ സ്വീകരിക്കും. 3 കാര്യങ്ങൾ വേണമെന്ന: പരലോകം ആഗ്രഹിക്കണം, ഇത്തിബാഗ് വേണം, അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനം, പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റണം, ഈമാനുള്ള അവസ്ഥയിൽ ചെയ്യണം. ഇതൊക്കെ റെഡിയായാൽ നമുക്ക് പ്രതിഫലം കിട്ടി, അമലുകൾ കയറിപ്പോകുന്നത് ഒക്കെയാണ്. ഇത് ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും സഹോദരങ്ങളെ ജീവിതത്തെ സൂക്ഷിക്കുക. രണ്ടാമത്തതോ, എല്ലാ ആഴ്ചകളിലും 2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകും. ഒന്ന് തിങ്കളാഴ്ച ദിവസമാണ്, ഒന്ന് വ്യാഴാഴ്ച ദിവസമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ നോമ്പുകാരനായിരിക്കും, എൻ്റെ അമലുകൾ കയറിപ്പോകുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന്. പ്രവാചകൻ 2 ദിവസവും സുന്നത്ത് നോമ്പ് നോൽക്കും. ആ 2 ദിവസവും നമ്മളുടെ നല്ല അമലുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നത് നോമ്പുകാരനായിരിക്കെ കയറിപ്പോകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത്. പിന്നെയോ, വാർഷികമായിട്ട് നമ്മുടെ ഇയർലി റിപ്പോർട്ട് അള്ളാഹുവിലേക്ക് പോകും. ഒരു വർഷത്തിൽ നമ്മൾ ചെയ്ത അമലുകൾ ആ സമയത്ത് അപ്പം നമ്മളുള്ളത് ശഅബാൻ മാസത്തിലാണ് അത് കയറിപ്പോകുക. നമ്മുടെ അമലുകൾ കഴിഞ്ഞ റമദാൻ മുതൽ ഈ ശഅബാൻ വരെയുള്ള നമ്മളുടെ 12 മാസത്തിലെ അമലുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് സഹോദരങ്ങൾ. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ സ്വഹീഹിൽ 2 ഹദീസുകളുണ്ട് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട്. ഒന്നാമത്തെ ഹദീസാണ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. നമ്മൾ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക നിയ്യത്തുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ന്. അതേ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. നമ്മളുടെ പര്യവസാനം പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പര്യവസാനം പരിഗണിച്ചുകൊണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, പല ആളുകളും റമദാനിലെ നമ്മൾ ആർജിച്ചെടുത്ത ഈമാനികമായിട്ടുള്ള എല്ലാ മാനസികമായ അവസ്ഥകളും അത് ക്രമേണ കളഞ്ഞ് അവസാനം ശഅബാൻ മാസത്തിലേക്ക് ഖവാത്തിമിലേക്ക് എത്തുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. എന്നിട്ട് ഇനി റമദാൻ വരികയാണ്, റമദാൻ ആകട്ടെ എന്നിട്ട് വേണം ഊർജം കൂട്ടാൻ. അപ്പോൾ ഖുർആൻ വായിക്കാൻ പറഞ്ഞ് റമദാൻ മുതലുണ്ട് തുടങ്ങാം. റമദാൻ മുതൽ തുടങ്ങാം. എങ്ങനെ റമദാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോഴാണല്ലോ നമുക്ക് ആ റമദാൻ 1 അതുവരെ ഖുർആൻ തൊടൂല. അതൊന്ന് തുറന്ന് ഒന്ന് വായിക്കുക എന്നുള്ളത് ഏതായാലും പറ്റില്ല. ഇനി റമദാൻ 1 മുതൽ തുടങ്ങാം. അങ്ങനെ മടിയായിട്ടിരിക്കും. നമ്മൾ ശരിക്ക് ഖുർആൻ ഓതിക്കൊണ്ട് അതുപോലെ തന്നെ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ഈ മാസത്തെ വിട പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. നമ്മളുടെ ഒരു വർഷത്തെ അമലുകൾ അള്ളാഹുവിലേക്ക് പോകുന്നത് ഏറ്റവും നല്ല പര്യവസാനത്തോടു കൂടിയിട്ട് അതിനാക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത്, ദാലിക ശഹറുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിനും റമളാനിനും ഇടയിൽ ആളുകൾ അശ്രദ്ധരായിട്ട് വിടുന്ന ഒരു മാസമാണ് ഇത്. വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. അതാകട്ടെ അല്ലാഹുവിൻ്റെ പക്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. ഫഉഹിബ്ബു അൻ യർഫഅ അമലി വഅനാ സായിമുൻ. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. നബി ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ നോമ്പെടുത്തിരുന്ന മാസം ഈ ശഅബാൻ മാസമാണ്. കാരണം എന്താ? ഇതാണ്. പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാം റമദാനിലേക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഒരു അമലിൻ്റെ പര്യവസാനം പോലെ തന്നെ ഒരു വർഷത്തിലെ നമ്മളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതിന് നല്ലൊരു പര്യവസാനം നൽകാൻ ശ്രമിക്കണം. അത് മോശമായി കഴിയുമ്പോൾ നമ്മുടെ റിപ്പോർട്ടുകളെ അത് ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ സഹോദരങ്ങൾ, ഈ ഒരു ഉദ്ദേശങ്ങളും താല്പര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. പ്രത്യേകിച്ച് റമദാൻ വരിക എന്ന് പറയുമ്പോൾ ഇനി അടുത്ത ഒരു വർഷം നമ്മളുമായി ബന്ധപ്പെട്ട ചില രേഖകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താൻ പോകുന്ന ഒരു മാസം, അതിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഒരു വർഷം നമുക്ക് എന്ത് വേണമെന്ന് രേഖപ്പെടുത്തുന്നത് അള്ളയാണ്. നമ്മൾ
ഗർഭസ്ഥ ശിശുവായിക്കൊണ്ട് നമ്മുടെ ഉമ്മയുടെ വയറ്റിലായിരിക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയതെല്ലാം അതേപോലെ എല്ലാ കാലവും ഒരുപോലെ നിലനിൽക്കും എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓരോ വർഷത്തിലും അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മായ്ക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാ അതിനെ മായ്ക്കുന്നത്? ദിവസവും മായ്ക്കും, ചിലത് സ്ഥിരപ്പെടുത്തും. അത് നമ്മുടെ ദുആ കൊണ്ടാണ്, നമ്മുടെ അമലുകൾ കൊണ്ടാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, വിധി പ്രാർത്ഥന കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചാൽ, നമ്മൾ നല്ല അമലുകൾ ചെയ്താൽ, കുടുംബ ബന്ധം പുലർത്തിക്കഴിഞ്ഞാൽ ആയുസ് ദീർഘിപ്പിച്ചു തരും. അപ്പോൾ രേഖപ്പെടുത്തിയ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹിജ്റിൽ പറഞ്ഞു, യംഹുല്ലാഹു മാ യശാഉ വ യുസ്ബിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് മായ്ച്ചു കളയുകയും അവൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. ചിലത് മായ്ച്ചു കളയും, ചിലത് സ്ഥിരപ്പെടുത്തും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹ് രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ നമ്മുടെ ആയുസ് ചിലപ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. അത് നമ്മുടെ അമലുകൾ കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ അള്ളാഹു ദീർഘിപ്പിച്ചു തരും. റിസ്ക് ചിലപ്പോൾ കുറച്ചുണ്ടാവുള്ളൂ രേഖപ്പെടുത്തിയത്, അത് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്നത് നമ്മളുടെ അമലുകൾ കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ആ അമലുകൾ ശരിയായ രൂപത്തിൽ ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയത്തിലൂടെ സഹോദരങ്ങളെ നമ്മൾ കടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം എന്താ? ലൈലത്തുൽ ഖദറിൻ്റെ അന്നാണ് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹ് രേഖപ്പെടുത്തുക. ചിലത് സ്ഥിരപ്പെടുത്തും, ചിലത് മായ്ച്ച് വേറെയാക്കി തരും എന്നാണ് ലൈലത്തുൽ ഖദറിൻ്റെ അന്ന്. മലക്കുകൾ ഇറങ്ങി വരുന്ന സമയം നമുക്കറിയാലോ, അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് മാത്രമല്ല, അതിന് മുമ്പേ നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അടുത്ത ഒരു വർഷം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിക്കളയും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാ. എന്താ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവേ, നീ എന്നെ ദൗർഭാഗ്യവാനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് നീ മായ്ച്ചിട്ട് സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്ന് ആ സ്വഹാബികൾ പ്രാർത്ഥിച്ചിരുന്നു എന്ന്. സഹോദരങ്ങൾ, എന്തായിരിക്കും അവരുടെ വിശ്വാസം? എന്തായിരിക്കും അവരുടെ പേടി? നമുക്കൊരു പേടിയില്ല. നമ്മളൊക്കെ സ്വയം സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞ് നമുക്ക്, അല്ലേ? ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. റമദാൻ മാസത്തിലേക്ക് സഹോദരങ്ങളെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ റമദാൻ മാസത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന 3 പ്രധാനപ്പെട്ട സമയമുണ്ട്. ഒന്ന് അത്താഴം കഴിക്കുന്നതിന് മുമ്പുള്ള സമയം. ലാസ്റ്റ് സമയത്തും ഭക്ഷണം കഴിച്ച് നമ്മൾ അതിനെ കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപൂർവ്വം പറഞ്ഞതാ, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും നിന്റെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുക എന്ന ആ സമയത്ത് അധികാരികൾ ചെല്ലുന്നതിന്, സഹോദരങ്ങൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നതിനൊക്കെ പ്രത്യേകതയുണ്ട്. ഖുർആൻ പറഞ്ഞ സമയം അന്നേരം പ്രാർത്ഥിക്കണം. അതിലൊരു 10 മിനിറ്റ് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. അതിന് മുമ്പാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, അത്താഴം കഴിക്കേണ്ടത്. അതുപോലെയോ നമ്മൾ ചെലവഴിക്കുന്ന മറ്റൊരു സമയം അത് നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയം, പാചകത്തിലും മറ്റുമൊക്കെ ആയിക്കൊണ്ട്, അല്ലേ? ഒരു കയ്യിൽ കാരക്കയും മറ്റൊരു കയ്യിൽ ചിലപ്പോൾ വെള്ളം പിടിച്ചുകൊണ്ടായിരിക്കും ഓടുക. കാരണം ഭയങ്കര ബിസിയാണ് നമ്മൾ, സാധനം വാങ്ങാനും കൊടുക്കാനും. എന്നിട്ട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല. നോമ്പ് തുറക്കുന്നവൻ്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ആ അവസാന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ സമയം നമ്മൾ കളഞ്ഞു പിടിക്കുക ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ എനിക്കും സംഭവിക്കാറുള്ള വിഷയം. നമ്മൾ ശ്രദ്ധിക്കണം. ഞാനും നിങ്ങളുമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സമയമാണ് റമദാൻ മാസത്തിൽ. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കുക, ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തും. ഒരു അരമണിക്കൂർ മുമ്പ് നമ്മളെല്ലാ പരിപാടികളും തീർത്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇബാദത്തുകളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കും. എല്ലാ ഇബാദത്തുകളും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ ആ ഇബാദത്തുകളുടെ മുമ്പ് പ്രാർത്ഥന ഉണ്ടാവും, അള്ളാഹ് സ്വീകരിക്കും. നിസ്കാരത്തിന് മുമ്പ്, സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം നൽകും. നോമ്പിൻ്റെ മുമ്പ്, നോമ്പ് വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ അത് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതൊക്കെ ശരിയായ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ ഗൗരവമായിട്ട് പറയാനുള്ള മറ്റൊരു സമയം അത് ഫജറിന് ശേഷമുള്ള സമയമാണ്. ഫജറിന് ശേഷമുള്ള സമയം പലപ്പോഴും നമ്മൾ കിടന്നുറങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത്. ക്ഷീണം കൊണ്ടാണ് ഉറങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സഹറുൽ ഗാമിദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്,
അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ പകലുകളിൽ എൻ്റെ ഉമ്മത്തിന് നീ ബർക്കത്ത് നൽകണേ. നോക്കിയേ, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ്, പകലുകളിൽ എൻ്റെ ഉമ്മത്തിന്, എൻ്റെ സമുദായത്തിന് നീ ബർക്കത്ത് നൽകണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതാർക്കാ കിട്ടുക? സ്വഹാബികൾ മുതൽ ലോകാവസാനം വരെയുള്ള ആളുകൾക്കൊക്കെ ലഭിക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും ലഭിക്കും ഇത്. പക്ഷേ ആ ഒരു സമയം ഫജർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് കിടന്നുറങ്ങുക. സഹോദരങ്ങൾ, ആ സമയത്ത് നമ്മൾ പഠിക്കുക. ഭൗതിക വിദ്യാഭ്യാസത്തിൽ പോകുന്ന കുട്ടികളുണ്ട് എങ്കിൽ സുബൈക്ക് ശേഷം ഇരുന്ന് പഠിച്ചു നോക്കി, ബറക്കത്തുണ്ടാകും അതിൽ. രാവിലെ ഖുർആൻ പഠിക്കുക, വല്ലതും വായിക്കാനും പഠിക്കാനും അധ്വാനിക്കാനും ഒക്കെ ഉണ്ട് എങ്കിൽ അത് രാവിലത്തേക്ക് വെച്ച് നോക്കി, അതിൽ ബറക്കത്തുണ്ടാകുമെന്ന ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹറുൽ ഖാമിദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹം ഒരു യോദ്ധാവാണ്. അദ്ദേഹത്തെ സൈനിക നേതൃത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് ആ സൈന്യത്തെയായിട്ട് പോകുക എങ്ങനെയാണെന്നറിയോ? രാവിലെ പുറപ്പെടുക. എന്തിനാ? പ്രവാചകന്റെ പ്രാർത്ഥന കിട്ടിയ സമയമാണ്, ബർക്കത്തുണ്ടാകും. അതുകൊണ്ട് വിജയിച്ചു വരാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങുക. അദ്ദേഹം തൻ്റെ കച്ചവട വ്യൂഹവുമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം പകലുകളിൽ രാവിലെ അദ്ദേഹം ആ കച്ചവടത്തിന് വേണ്ടിയിട്ട് ആളുകളെ അയക്കുക. തിരിച്ചവർ വരുമ്പോഴോ ധാരാളക്കണക്കിന് സമ്പത്തായിട്ടാണ് അവർ തിരിച്ചു വരിക. അബൂദാവൂദും തുർമുദിയും ഇബ്നു മാജയും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാം. ആ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് കിടന്നുറങ്ങുന്നതിനെ വെറുത്തിരുന്നു സലഫുകൾ എന്ന്. സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉർവ റഹ്മഹുള്ള പറയാ, എൻ്റെ ബാപ്പ ഒരു മക്കളെയും ഉറങ്ങാൻ സമ്മതിക്കൂല എന്ന്. രാവിലെ ആ സമയം അവർക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ ചെയ്യേണ്ട പണികൾ രാവിലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഉർവ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കൊരാൾ രാവിലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളോടുള്ള താല്പര്യം എനിക്ക് അങ്ങേ അമ്പയെ നഷ്ടപ്പെട്ടു പോകുന്നു. ഒരാൾ രാവിലെ ഉറങ്ങണത് കണ്ടു കഴിഞ്ഞാൽ അയാളോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകും. കാരണം അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിച്ച ഒരു സമയത്ത്, ബർക്കത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു സമയത്ത്, ആ സമയം അവഗണിച്ചുകൊണ്ട് കിടന്നുറങ്ങുക എന്നുള്ളത്, ഇതായിരുന്നു സലഫുകളുടെ നിലപാട്. ആ സലഫുകൾ പക്ഷേ ഇത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ വായിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ, ചില മുസ്ലിയാക്കന്മാർ, അവർ ഫത്വ കൊടുക്കും, രാവിലെ ഉറങ്ങാൻ പാടില്ല, അസറിന് ശേഷം ഉറങ്ങാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. ഇത് അള്ളാഹ് അനുവദിച്ചിട്ടുള്ള കാര്യമാണ് ഉറങ്ങുക എന്നുള്ളത്. പക്ഷെ നമുക്ക് ആ ബർക്കത്ത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാം, മുസന്നഫ് അബീ ശൈബയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖലീഫയായിരുന്ന സമയത്ത് അദ്ദേഹം സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചിട്ട് പോകുക. ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ പോയി നോക്കുമ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു കിടന്ന് ഉറങ്ങുക. രാവിലെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പം തന്നെ എഴുന്നേൽപ്പിക്കണം, അല്ലേ? അത് കുറ്റമാണ് എങ്കിൽ, തെറ്റാണ് എങ്കിൽ. ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ കാത്തിരുന്നു. അവർ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു, വേണ്ട. അദ്ദേഹം ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു സുഹൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ മുമ്പിൽ ഇരിക്കുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരിക്കണതാണ്. അമീറുൽ മുഅ്മിനീൻ, ഞാൻ എഴുന്നേൽക്കുന്നത് വരെ അങ്ങ് എൻ്റെ സ്ഥലത്ത് ഇരിക്കുകയാണോ? എന്നിട്ട് ഞാൻ കിടന്നുറങ്ങുകയാണോ എന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയാത്ത ആ വിഷയത്തിൽ വിഷമത്തോട് കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന്. അന്നേരം എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത്? ഞാൻ താങ്കളുടെ ഉറക്കത്തെ പ്രയാസപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടില്ല. ഈ ഉറക്കം അത് താങ്കൾക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ഉറങ്ങൽ എന്താണ്? സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അതൊരു അനിവാര്യമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. കാരണം അദ്ദേഹത്തിന് ക്ഷീണമുണ്ട്, അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ചില ജോലികളോ മറ്റും ഉണ്ടാകും. അതുകൊണ്ട് ഉറങ്ങി ആരോഗ്യത്തോടു കൂടി അദ്ദേഹം വന്നാലാണ് പൂർണ്ണമായിട്ടുള്ള എനർജിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കും. അപ്പം അത് ആ ഉറക്കം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉറക്കത്തെ ഭംഗപ്പെടുത്താൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ? ഉറക്കം രാവിലെ അനുവദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വിലക്കിയിട്ടില്ല, അത് ഹറാമുമല്ല.
പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച സമയമാണ് അത്. ആ സമയത്ത് എൻ്റെ ഉമ്മത്തിന് ബറക്കത്ത് നൽകണേ എന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച അത്രയും സമയം വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് ഇശ്റാഖും കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ നമ്മൾ ഭൗതികമായിട്ടുള്ള വിഷയമായിക്കോട്ടെ, ആത്മീയമായിട്ടുള്ള വിഷയമായിക്കോട്ടെ, അതിൽ സഹോദരങ്ങളെ നമ്മളുടെ സമയം ചിലവഴിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിന് അള്ളാഹിനോട് തേടണം. എന്ത് കാര്യമാണോ നമ്മൾ ചെയ്യുന്നത് അള്ളാഹിനോട് തേടുക, എന്നിട്ട് അതങ്ങോട്ട് ചെയ്യുക. അതിൽ ബർക്കത്തുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്, അത് കിട്ടാതിരിക്കുകയില്ല എന്നാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ റമദാൻ മാസത്തിൽ സംഭവിക്കുന്നത് എന്താ? അനാവശ്യമായിട്ട് രാത്രിയിൽ വർത്താനം പറഞ്ഞ്, അനാവശ്യമായിട്ട് സമയം ചെലവഴിച്ചുകൊണ്ട് പകലിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ട സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞ്, ഫജർ നമസ്കാരം കഴിയുമ്പോൾ അല്പം ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് ആ വില പിടിച്ച സമയം നമ്മൾ പാഴാക്കി കളയുക ചെയ്യുന്നത്. എന്നിട്ട് അത് ആവർത്തിക്കുകയാണ്. എല്ലാ രാത്രിയിലും ഇത് തന്നെ സൊറ പറഞ്ഞിരിക്കുക, ഒരു ഗുണവുമില്ലാത്ത ഇരുത്തമിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനൊക്കെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി, നല്ല ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി 30 ദിവസം നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മറ്റുള്ള കൂട്ടുകെട്ടുകളും മറ്റുമൊക്കെ ഒന്ന് കുറച്ച്, അതിനുശേഷം നമുക്ക് കൂട്ടുകെട്ടുകളാകാം, മറ്റു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. റമദാൻ മാസത്തിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിനാർക്കാ സാധിക്കുക? 3 രൂപത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയാറ്. റമദാനിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ 3 രൂപത്തിലുള്ള ആളുകളുണ്ട്. ഒന്നാമത്തെ വിഭാഗം ഏതാ? റമദാൻ വന്നു കഴിഞ്ഞാൽ അവര് മറ്റു മാസങ്ങളെ പോലെ തന്നെ അവർക്ക് 5 നേരം നിസ്കരിക്കും. അവർ മറ്റുള്ള മാസങ്ങളിൽ ഒരു മുസ്ലിമായിട്ട് ജീവിക്കും. വുജൂബ് അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ അന്നും ചെയ്തിട്ടുണ്ടാവും, റമദാനിലും ചെയ്യും. റമദാനിലും അവർ നിസ്കരിക്കും, മറ്റു മാസങ്ങളിലും അവർ നിസ്കരിക്കും. പക്ഷേ റവാത്തിബ് സുന്നത്ത് റമദാൻ അല്ലാത്തപ്പോഴും നിസ്കരിക്കാറില്ല, അതുകൊണ്ട് റമദാനിലും നിസ്കരിക്കില്ല. നാഫിലായിട്ടുള്ള സുന്നത്തുകളും അതേപോലെ തന്നെ ഖുർആൻ പാരായണവും പരിചയമില്ല. റമദാനിലും ചെറുതായിട്ട് ചിലപ്പോൾ ഒന്നും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മറച്ചു നോക്കി ഓതും, അതല്ലാതെ അതിൽ കൂടുതലൊന്നും അവർ ചെയ്യുകയില്ല എന്നർത്ഥം. അവരെ സംബന്ധിച്ച് റമദാനും മറ്റുള്ള മാസങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് ആ റമദാനിനെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ദൗർഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളായിരിക്കും അവർ എന്ന്. വേറെ ഒരു വിഭാഗം ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവര് റമദാൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകെ പുകച്ചിലാണ്, വല്ലാത്ത അസ്വസ്ഥതയാണ്. പക്ഷെ എല്ലാറ്റിലും ഉണ്ടാകും അവർ. നിസ്കരിക്കാൻ അവരുണ്ട്, സുന്നത്ത് നിസ്കരിക്കാൻ അവരുണ്ട്, നോമ്പ് നോൽക്കാൻ അവരുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാൻ അവരുണ്ട്, എല്ലാറ്റിലും അവരുണ്ടായിരിക്കും. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിലോ വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്നാണ് ഈ മാസം ഒന്നിട്ട് തീർന്നു കിട്ടുക? എണ്ണാണ്. ആദ്യത്തെ 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, ഇനി 9 10 ഉണ്ട്. അങ്ങനെ എണ്ണിട്ടാഹു എന്ന് പറഞ്ഞുകൊണ്ട് അത് തീർക്കും. അവര് ഖുർആൻ ഒരു ഖത്തം തീർത്തിട്ടുണ്ടാവും, നിസ്കരിക്കാൻ ഒന്നാമത്തെ സഫിലുണ്ടാവും. പക്ഷെ ഉള്ളിൽ നിഫാക്കാണ്, കാപട്യമാണ്, കപടവിശ്വാസിയാണ്. അവർക്ക് അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ആളുകളാണ് എന്നർത്ഥം. ഇതാ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ഏതാണ്? മൂന്നാമത്തെ വിഭാഗം റമദാൻ വരുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. റമദാൻ മാസത്തിൽ ധാരാളക്കണക്കിന് പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന മാസമാണ് എന്ന് മനസ്സിലാക്കി ആ റമദാൻ മാസത്തിൻ്റെ വരവും കാത്തിരിക്കുകയാണ്, അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശഅബാൻ മാസത്തിലും ധാരാളക്കണക്കിന് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നേറാൻ പരിശ്രമിക്കുന്ന ആളുകളാണ്. അപ്പം അവർക്കറിയാം റമദാനിൽ ഖുർആൻ പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കും. റമദാനിൽ രാത്രികാലങ്ങളിൽ തറാവീഹ് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. എൻ്റെ റബ്ബുമായിട്ടുള്ള മുനാജാത്തിനുള്ള അവസരമാണ് റമദാൻ മാസം. അതുകൊണ്ട് ആ ഒരു മാസത്തിൽ ധാരാളം നന്മകൾ ചെയ്യണം എന്നവർ ആഗ്രഹിക്കും. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ? റമദാൻ മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരും റിവിഷന് വേണ്ടിയിട്ടാണ്. അതുവരെ അവതരിച്ച ആ ഖുർആനിൻ്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചു കൊടുക്കും. ആർക്ക്?
ജിബ്രീൽ അലൈഹിസ്സലാമക്ക് അവസാനത്തെ വർഷമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ റമദാനിൽ 2 തവണയാണ് വായിച്ചു കേൾപ്പിച്ചത്. സാക്ഷിയായിട്ട് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. 2 തവണ ഓതി കേൾപ്പിച്ചു കൊടുത്തു. പക്ഷേ ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന് വിശദീകരണമായിക്കൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല ആ ഹദീസിന് ശർഹ് ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളക്കണക്കിന് സ്വതക്കകൾ നൽകിയിട്ടുണ്ട് എന്നാണ് റമദാൻ മാസത്തിൽ. എന്താ കാരണം? ഖുർആൻ ധാരാളമായിട്ട് ഓതിയതിൻ്റെ പ്രതിഫലനം. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയാണ്. ഖുർആൻ ഓതുമ്പോൾ അത് മനസ്സിലാക്കുകയാണ്. അപ്പം അത് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക. ആ അടുക്കുന്നതിൻ്റെ പ്രതിഫലനം എന്താണ്? ധാരാളമായിട്ട് സ്വതക്ക ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ അധികരിപ്പിക്കുകയാണ് ചെയ്യുക ഖുർആനുമായിട്ട് ബന്ധം കൂടുമ്പോൾ. നമ്മളോ ഖുർആൻ ഓതുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ അത് ഓതുന്നുണ്ട്. ഖുർആൻ ഓതുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ട്, സംശയമൊന്നുമില്ല. അർത്ഥമറിയാതെ പാരായണം ചെയ്താൽ പ്രതിഫലം കിട്ടുന്ന ഏക ഗ്രന്ഥം ഖുർആൻ തന്നെ, സംശയമൊന്നുമില്ല. അർത്ഥമറിയാതെ പാരായണം ചെയ്താൽ നമുക്ക് കിട്ടും. അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്താലോ നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നുള്ളത്, നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ ഒന്നുകൂടി സ്പീഡാകും എന്നുള്ളതാണ് ഖുർആനിലേക്ക് അടുക്കും തോറും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ടത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല ആ കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ അനുഗ്രഹീതമായിട്ടുള്ളൊരു സമയം, വളരെ വിലപിടിച്ചിട്ടുള്ള സെക്കൻഡുകൾ, മണിക്കൂറുകൾ നമ്മളെ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടക്കുമ്പോൾ ഇനി ഒരിക്കലും അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടാനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കില്ലേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കില്ലേ? നമ്മളെ സംബന്ധിച്ച് റമദാൻ മാസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പണ്ഡിതന്മാർ പറയാണ് ശഅബാൻ മാസം റമദാനിൻ്റെ മുഖദ്ദമയാണ് എന്ന്, ആമുഖമാണ് എന്ന്, ഫോർഹെഡ്. അപ്പോൾ ആ ഒരു ശഅബാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്തു? റമദാനിനെ സ്വീകരിക്കാൻ എന്നോണം എന്ത് നന്മയാണ് നമ്മൾ ഈ ഒരു മാസത്തിൽ ചെയ്തിട്ടുള്ളത്? വട്ടപൂജയായിരിക്കും പലപ്പോഴും. ആ നമ്മൾ റമദാനിനെ ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ, അത് സ്വീകരിക്കാൻ വേണ്ടി മാനസികമായിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് അവിടെയാണ് നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യേണ്ടത് എന്നർത്ഥം. ഓരോ റമദാൻ മാസം കഴിയും തോറും സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കൂട്ടുന്ന ആളായിട്ട് മാറണമെന്നാണ് സ്വഹാബികളുടെയൊക്കെ പല ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, യുദ്ധത്തിൽ പങ്കെടുത്ത ഷഹീദായിട്ടുള്ള ആൾ മരണപ്പെട്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരുപാട് കാലം ജീവിച്ച ആൾ സ്വർഗത്തിലേക്ക് പോയി എന്ന്. കാരണം അദ്ദേഹത്തിന് കൂടുതൽ റമദാൻ കിട്ടി, അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തി. നമുക്ക് ഓരോ റമദാനുകൾ നമുക്കിങ്ങനെ കൂടുതൽ കിട്ടും തോറും നമ്മളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ പ്രതിഫലം വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ അടിയാന്മാരിൽപ്പെട്ട ആളുകളാണോ നമ്മൾ സ്വയം പരിശോധിക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് റമദാനുമായിട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അതുണ്ടാകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് ചോദിക്കാൻ നമ്മുടെ റബ്ബുണ്ട്, നമുക്ക് നൽകാൻ നമ്മുടെ റബ്ബുണ്ട്. അത് ചോദിച്ച് വാങ്ങാൻ നമുക്ക് സാധിക്കണം. എന്താ നമ്മുടെ ആവശ്യം? ദുനിയാവുമാകാം ആഖിറവുമാകാം, രണ്ടും വേണം. രണ്ടും നമ്മുടെ റബ്ബിനോട് ചോദിക്കണം. അതിനുള്ള അവസരമായിട്ട് സഹോദരങ്ങളെ ഇതൊരു ചലഞ്ചായിട്ട് എടുക്കണം. ഈ റമദാൻ മാസം അള്ളാഹുവിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത്, അള്ളാഹുവിന് വേണ്ടി ഒരുപാട് നമ്മൾ പരിശ്രമിച്ച്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നാളെ പരലോകത്തേക്കുള്ളതും അതുപോലെ തന്നെ ഈ ദുനിയാവിലേക്കുള്ളതും ഒക്കെ നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട്, ഒരു ദൃഢ നിശ്ചയത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന അവൻ്റെ ദാസന്മാരിൽ ഉൾപ്പെട്ടുകൊണ്ട് ഈ ശഅബാൻ മാസത്തിൻ്റെ അവസാനവും അതുപോലെ തന്നെ റമദാൻ മാസവും ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്തുകൊണ്ട്
അത് രണ്ടും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.